ചുമന്ന് ഫുൾ ചുമന്ന ഡ്രസ് ഇട്ടേക്കുന്ന സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റോ, കണ്ണടച്ചോ. നീ ശൂന്യമായി പോകാൻ ദൈവം സമ്മതിക്കുന്നില്ല. നിന്റെ മുമ്പിലും ജീവിതം മൊത്തം അവസാന ലാപ്പിൽ സ്റ്റോപ്പായി നിൽക്കുക. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്ന ഒരു പുതിയ തുടക്കം ദൈവം നിനക്ക് കൊടുത്ത് തരാൻ ആഗ്രഹിക്കും. യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുകയാണ്. പുറത്ത് നിനക്ക് ഒരാളോട് ഷെയർ ചെയ്യാൻ കഴിയാത്ത ഒരു വിവാഹ സംബന്ധമായ കുരുക്കിനെ ദൈവം നിനക്ക് വേണ്ടി അഴിച്ചു തരാൻ പോകും. തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിച്ചൊരു തുടക്കത്തെ, അത് പിതാവിന്റെ മേലുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മകന്റെ മേൽ സംഭവിച്ചത്, തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുരുക്കിനെ ദൈവം അഴിക്കുകയാണ്. ഇന്ന് നീ തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് നിന്റെ വീട്ടിനകത്ത് അദ്ദേഹത്തിന്റെ മേൽ ഒരു വലിയ മാറ്റത്തെ ദൈവം കൽപ്പിക്കും. അടുത്ത ആഴ്ച, അടുത്ത 7 ദിവസത്തിനകത്ത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കും. അടുത്ത ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് നിന്റെ ഇടത് സൈഡിലെ സീറ്റിൽ അദ്ദേഹത്തെ ദൈവം കൊണ്ടിരുത്തും. കമലിലെ ദൈവം തൊടുകയാണെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് അടുത്ത ഞായറാഴ്ച നിന്റെ ഇടത്തെ സീറ്റിൽ കമലുണ്ടാകും. ഈ ആഴ്ചയിൽ പല രാത്രികളിൽ അവൻ സംസാരിക്കും, എനിക്ക് നിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന്. നീ വിളിച്ചിട്ടല്ല, ഒരിക്കൽ പോലും നീ വിളിക്കരുത്, വിളിച്ചിട്ടല്ല. കഴിഞ്ഞ സൺഡേയിലാണ് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കമൽ എന്നൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടു. ഒരു സഹോദരിയെ ഇന്ന് നീ കാണുമെന്ന് ദൈവം എന്നോട് പറഞ്ഞു. ആ സഹോദരിയെ കണ്ടു. നിങ്ങൾ എത്ര പേർ കേട്ടിരുന്നു അടുത്ത ആഴ്ചയിൽ നിന്റെ ഭർത്താവ്? ഈ പ്രാർത്ഥനയ്ക്ക് താല്പര്യമുണ്ടോ താല്പര്യം ഇല്ല എന്നത് എൻ്റെ വിഷയമല്ല. അടുത്ത ആഴ്ച നിന്റെ ഭർത്താവ് നിന്റെ ഇടതേ സീറ്റിൽ കാണും. ഇപ്പോൾ അതേ സഹോദരിയുടെ ഇടത് സൈഡ് സീറ്റിൽ നിൽക്കുന്നത് അവരുടെ ഭർത്താവാണ്. സത്യത്തിൽ ഇന്ന് ഇവിടെ വരാൻ എന്താ കാരണം? എന്തുകൊണ്ടാണ് നീ ഇവിടെ വന്നത്? ആരെങ്കിലും ഇവിടുന്ന് വിളിച്ച് നിർബന്ധിച്ചതാണ്? അദ്ദേഹം പറഞ്ഞു അങ്ങനെ അങ്ങ് തോന്നിയെന്ന് ഇവിടെ വരാൻ. ഇദ്ദേഹത്തിന് എനിക്ക് ബുധനാഴ്ച ദിവസം അങ്ങ് തോന്നിയെന്നാണ് പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഇടപാടാണ്.